സാറിവിടെ? ഞാനൊരാളെ കാണാൻ പോവാ. സരിത എവിടെ പോയിട്ട് വരുന്നു? ത്രഡംപുരത്തിൽ പോയിരുന്നു സർ. സരിതയെ കാണാൻ ഞാൻ 1-2 തവണ ആളയച്ചു. ചേച്ചിയുടെ വീട്ടിലായിരുന്നല്ലേ? ഇവിടെ നടന്ന സംഭവമെല്ലാം സാറിനറിയാമല്ലോ. എന്റെ അധ്യയന ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. എങ്കിലും സരിത പെട്ടെന്നെടുത്ത തീരുമാനം അല്പം കടന്നുപോയി. സരിത ഒരു കാര്യം ചെയ്യും, സൗകര്യം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരും. ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, ഓക്കെ, താങ്ക്സ്. പോവാ. അന്നത്തെ സംഭവത്തിന് ശേഷം ജെയിംസ് ജോർജിന്റെ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങളുണ്ടായി. അയാൾ ഡിഗ്രി എടുക്കാൻ തയ്യാറായില്ല. കുറച്ചുകാലം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു. സരിത പോയതിനു ശേഷം പിന്നെ അയാളെ കണ്ടിട്ടില്ല. സരിത വർഗീസിനെയും ഡെയ്സിയെ ഓർമ്മിക്കുന്നില്ലേ? ഡെയ്സി വർഗീസിൽ നിന്നും ഗർഭിണിയായി. വിവരമറിഞ്ഞ വർഗീസ് അവളെ കൈയൊഴിയാൻ പ്ലാനിട്ടു. അവളുണ്ടോ വിടുന്നു. ഒടുവിൽ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. അവളിപ്പോ ജയിലിലാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അങ്ങനെ എന്തെല്ലാം സംഭവവികാസങ്ങളുണ്ടായി. സരിതക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും കോളേജിൽ വരാം. ഡിഗ്രി എടുക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുതരാം. എനിക്ക് ഇന്നൊരു ജോലിയാണ് സാർ വേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാറായാലേ എന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയും. ഒരു ഡിഗ്രി എടുത്താൽ സരിതക്ക് ബലമായി നിൽക്കാമല്ലോ. സമയം വൈകിപ്പോയി സാർ. സാർ, എന്റെ വിവാഹം ഏകദേശം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ജീവിക്കാനുള്ള മാർഗമാണ് അന്വേഷിക്കേണ്ടത്. ഇദ്ദേഹമാണ് സാർ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. സാറ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ബാലേട്ടന് വേണ്ടിയായിരിക്കണം. സാറിന് പത്രാഫീസുകളിലൊക്കെ നല്ല സ്വാധീനമുണ്ടല്ലോ. ബാലേട്ടൻ നന്നായി പാടുകയും വീണ വായിക്കുകയും ചെയ്യും. അദ്ദേഹത്തെപ്പറ്റി ലോകം അറിയും വിധം പത്രങ്ങളിലൊക്കെ എഴുതണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊരു വെളിച്ചം സാർ ഉണ്ടാക്കി തന്നാ മതി. ഈ ഫോട്ടോ എന്റെ കയ്യിലിരിക്കട്ടെ. മിസ്റ്റർ ബാലിനെ പറ്റി ഒരു നല്ല റൈറ്റപ്പ് തയ്യാറാക്കി എനിക്കറിയാവുന്ന എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിപ്പിക്കാം. മാത്രമല്ല, മംഗളം വാരികയുടെ മാനേജിംഗ് എഡിറ്റർ മിസ് എൻസി വർഗീസ് എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ തൽപരനുമാണ്. പിന്നെ സരിതയുടെ ജോലിക്കാര്യം ഞാൻ ശ്രമിക്കാം. തിരുവനന്തപുരത്തെ സിത്താര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്റെ അടുത്തൊരു ബന്ധുവാണ്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ? ശരി സർ. എന്താ മോളെ, ആരുടെ കത്താ? സിത്താര ബാങ്കിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. 1-ാം തീയതി തന്നെ ജോയിൻ ചെയ്യണം. അയ്യോ, ഇനി 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എങ്കിൽ നാളെ തന്നെ പുറപ്പെടണ്ടേ? 10,000 രൂപ സെക്യൂരിറ്റി കെട്ടണം അത്രേ. 10,000 രൂപയോ? നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാ? അതുണ്ടായാലേ ജോലി കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ചന്ദ്രന്റെ അടുത്തൊന്ന് പോയി ചോദിച്ചാലോ? വേണ്ടമ്മേ, ഇനി അവിടെ പോകാൻ എനിക്ക് കഴിയില്ല. നടന്നതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? അത്യാവശ്യത്തിന് നമ്മളെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വിഷമമില്ല. അങ്ങനെ അടുത്ത് കൈനീട്ടാൻ എനിക്ക് വയ്യ. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. ബാലനെ ഓർത്തെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ജോലിയും തൊഴിലും ഇല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കാനാ? നീ ഒരുങ്ങ. അമ്മ വളരെ നിർബന്ധിച്ചുകൊണ്ടാ വീണ്ടും ചന്ദ്രേട്ടന്റെ അടുത്ത് പോയത്. പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അമ്മ വിവരം പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാതെ ചേട്ടൻ സമ്മതിച്ചു. മാത്രമല്ല, നമ്മുടെ വിവാഹം ഇനിയും നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ ചേട്ടന്റെ അഭിപ്രായം. ഓണത്തിന് മുമ്പ് തന്നെ ആവണമെന്നാണ്. സരിത ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോവോ? ബാലേട്ടന് കൂട്ടുവരാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ വന്ന് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പാട് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും. സൂക്ഷിക്കണം, മനസ്സിൽ വിഷമുള്ള ആളാണ്. ഏയ്, ഇപ്പൊ പുള്ളിക്കാരൻ വളരെ മര്യാദക്കാരനായിപ്പോയി. പണ്ടത്തെ പകയും വിദ്വേഷവും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കണ്ടത് ആട്ടിപ്പുറത്താക്കുമായിരുന്നില്ലേ? സരിത പോയാൽ എന്നാ തിരിച്ചു വരിക? നമ്മുടെ കല്യാണത്തിന്. അത്രയും താമസിക്കോ? ജോലിക്ക് ചേർന്നത് 3-ാം മാസം നമ്മുടെ കല്യാണം. എഴുതേതില്ലേ? എന്നും എഴുതും. ബാലേട്ടനല്ലാതെ ഞാൻ ആർക്കെഴുതാനാ? സരിതയുടെ എഴുത്ത് മാത്രമായിരിക്കും എനിക്കൊരാശ്വാസം.
സരിതയില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. സരിതയില്ലെങ്കിൽ ഞാനിനി ജീവിക്കില്ല. എന്താ ബാലേട്ട, അങ്ങനൊന്നും പറയരുത്. ബാലേട്ടന് എന്നെ വിശ്വാസമില്ലേ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഈ ലോകത്തിന്റെ കറുപ്പും മനുഷ്യ മനസ്സിന്റെ കറുപ്പും കാണാൻ ദൈവം എനിക്ക് കാഴ്ച തന്നില്ലല്ലോ. നമ്മൾ തെറ്റെയ്യരുത്. ഒരിക്കലും തിരുത്താനാവാത്ത ഈ തെറ്റ് നമ്മൾ ചെയ്യരുത്. കതിർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ താലി കെട്ടുന്ന പെൺകുട്ടി തികച്ചും പരിശുദ്ധിയുള്ളവളായിരിക്കണം. നിനക്ക് വേണ്ടി നല്ലൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ട് ഞാനിന്ന് തന്നെ തിരിച്ചു പോകും. ഞാൻ പുറത്തുപോയി വരുന്നതിനുള്ളിൽ നീ കുളിച്ച് തയ്യാറാവാം. ശരി. കഥക് ഭദ്രമായി അടച്ചേക്കണം. വല്ല തെണ്ടി പിള്ളേരൊക്കെ ഒന്ന് മുട്ടിയാൽ തുറക്കരുത്. സാധാരണ ലോഡ്ജിലൊക്കെ നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. രേഖ, സരിത ഇപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവില്ലേ? മക്കളെ, നാളെ രാവിലെ അമ്പലത്തിൽ പോയി ബാലന്റെയും സരിതയുടെയും പേരിൽ അർച്ചന നടത്തണം. അവള് നാളെ ജോലി പ്രവേശിക്കുന്ന ദിവസമല്ലേ? ആരാ? ഞാനാണ്. ആരാന്ന്? വാതിൽ തുറക്കണേ. ഹോസ്റ്റൽ സൗകര്യം നാളേക്ക് റെഡിയാവും. രാവിലെ അങ്ങോട്ട് മാറാം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കഴിയുന്നു. ഒരു മുറി കൂടി ഒഴിവുണ്ടോന്ന് ചോദിക്കായിരുന്നു. 2 പേർക്ക് താമസിക്കാനല്ലേ ഡബിൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നീ ആഹാരം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. ഹലോ, റിസപ്ഷൻ, ഒന്ന് പോലീസ് സ്റ്റേഷൻ കണക്ട് ചെയ്തു.
സരിതമോളെ, നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. ജീപ്പി കയറാൻ. സാർ ഞാൻ ജീപ്പി കയറാൻ. സാർ വിളിക്കുന്നു. ജെയിംസ്. No. Circle Inspector James George. ഇരിക്കൂ. പ്ലീസ് സിറ്റ് ഡൗൺ. എല്ലാം അത്ഭുതമായി തോന്നല്ലേ? ഈ വേഷവും ഭാവവും സരിതയാണ് എനിക്ക് സമ്മാനിച്ചത്. അന്ന് കോളേജിൽ നടന്ന ആ സംഭവങ്ങളാണ് എന്നെ ഇന്ന് ഈ കസേരയിലിരുത്താൻ ഇടയാക്കിയത്. ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു. ഈ ജന്മം ഞാനിത് മറക്കില്ല. മറക്കാനാവാത്ത എത്രയോ മുഹൂർത്തങ്ങൾ സരിതയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ചന്ദ്രശേഖരനിൽ ബലമായ സംശയങ്ങളുണ്ടായിരുന്ന ഞാൻ നിങ്ങൾ ഇന്നലെ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ചേട്ടൻ. കോൺസ്റ്റബിൾ, തലയും കൊണ്ടുവരൂ. ഇദ്ദേഹമാണ് സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ കൃഷ്ണൻകുട്ടി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് കൃഷ്ണൻകുട്ടി സരിത ഇവിടെ കൊണ്ടുവന്നത്. തന്നെ ജയിലിലാക്കാനുള്ള നിയമം ഈ മേശപ്പുറത്തുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ബന്ധുവായിപ്പോയി. തനിക്ക് പോവാം. സാർ, സരിത രക്ഷിച്ചിടത്തോളം മതി. സരിതയ്ക്ക് ഇന്ന് ബാങ്കിൽ ജോയിൻ ചെയ്യണമായിരുന്നല്ലേ? സിത്താര ബാങ്ക് മാനേജർ മിസ്റ്റർ വിനോദ് എന്റെ ഫ്രണ്ടാണ്. സരിത ഇന്ന് വരില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. എന്റെ വീട് ഇവിടെ അടുത്താണ്. വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് പോവാം.